ഡോളേഴ്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണ്. ചേച്ചി ഏതാണ് ബെസ്റ്റ് ഷാമ്പൂ? നമ്മൾ മെയിനായിട്ട് ഓയിലുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കഴുകി കളയാൻ ബെസ്റ്റ് ഷാമ്പൂ ഏതാണെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹെർബൽ ഷാമ്പു നമുക്കിതാ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഷിക്കാകായാണ്. അപ്പോൾ നമുക്ക് ഈ അങ്ങാടിക്കടയിലില്ലേ അവിടെ മേടിക്കാൻ കിട്ടും. ഇങ്ങനെ ഈ ഉണങ്ങിയ പരുവത്തിൽ വാളംപുളി ഉണങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുക. അങ്ങനെയൊക്കെ ഇരുന്നാൽ തന്നെ മുടിക്ക് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റും. ഡാൻഡ്രഫിന് മുടിക്കായുണ്ടെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആവാൻ, നല്ലപോലെ മുടി വളരാൻ, എല്ലാത്തിനും ബെസ്റ്റ് ഇൻ ദ ബെസ്റ്റ് തന്നെയാണ് നമ്മുടെ ഷിക്കാകായ്. ഇനി അടുത്ത ഐറ്റം നമ്മുടെ റീത്ത എന്നാണ് ഇതിന് പറയുക. ഒരുപാട് പേർക്കൊക്കെ അറിയാൻ പറ്റും. എന്തറിയോ, നമ്മുടെ ഈ സോപ്പും കായ എന്ന് പറയില്ലേ, മെയിനായിട്ട് നമ്മുടെ ഈ സ്വർണ്ണപ്പണിക്കാർ അത് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ റീത്ത എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഹോം മെയ്ഡ് ഷാമ്പു തന്നെയാണ് ഈ റീത്ത. അത്രയും എഫക്റ്റാണ് നമുക്ക് തരുന്നത്. നല്ല പതയും കാര്യങ്ങളും നല്ല ക്ലീൻ ആക്കി നമ്മുടെ മുടി ഇതാക്കാൻ പറ്റും. ഡാൻഡ്രഫിനെ തടയും. നല്ലപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ഷാമ്പൂവിനേക്കാളൊക്കെ ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉണക്കനെല്ലിക്ക അറിയാലോ, നമ്മുടെ ഹെയറിന് ഒത്തിരി നല്ലതാണ്. നല്ല പോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഐറ്റം ഇനി എങ്ങനെയാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു 70 ഗ്രാം വെച്ച് ഞാൻ ഈ 3 ഐറ്റവും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ചൊരു 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം ഇട്ടങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാത്ത ഒരുപാട് ഗുണങ്ങൾ ഓരോന്നിനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ആ ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് റീഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല എന്തൊക്കെ ഇതുകളാണ് നമ്മുടെ മുടിക്ക് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ, അതായത് ഒരു രാത്രി മൊത്തം നമുക്കിതിങ്ങനെ കുതിരാനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം എന്ന് വെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാത്രി മൊത്തം അതങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കണ്ടോ അതിൻ്റെ കളറൊക്കെ തന്നെ മാറി വെള്ളത്തിൻ്റെ. പിന്നെ കൈ കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ ഈ സാധനങ്ങളെല്ലാം തന്നെ. ഇനി നമുക്കിതിനെ നിറയെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചങ്ങ് ഇപ്പോൾ ഈ ഒരു പാത്രം വെള്ളം ഉണ്ടെങ്കിൽ അതിനൊരു 1/4 പാത്രം വെള്ളം ആവുന്ന വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചങ്ങ് എടുക്കുക. അപ്പോൾ നല്ലപോലെ ഇതൊക്കെ വെന്ത് ഇതിലേക്ക് എല്ലാ സാധനങ്ങളും നല്ല ഇതായിട്ട് 1/4 ഭാഗത്തോളാക്കിയിട്ട് കണ്ടോ, നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഞെരടുമ്പോൾ തന്നെ എല്ലാം നല്ല ഇതാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലപോലെ തണുത്തതിന് ശേഷം കേട്ടോ നമ്മളിത് ഇതാക്കി നോക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി ഉടച്ച് ഇതാക്കുക. അപ്പം തന്നെ കണ്ടോ അതിൻ്റെ ആ ഒരു പത പോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അത് രാത്രി നമ്മൾ വെള്ളത്തിലിട്ടേക്കുക, പിറ്റേ ദിവസം നമ്മൾ അതിനെടുത്തൊന്ന് അടുപ്പത്തോട്ട് വയ്ക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ചങ്ങ് വെച്ച് അതങ്ങോട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതേമാതിരി തിരുമ്മി എടുത്തിട്ട് ഒരു തുണിയിലേക്കിട്ട് നല്ലപോലെ പിഴിഞ്ഞങ്ങ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, ഇങ്ങനെ തുണിയിലിട്ട് പിഴിയണമെന്നില്ല, അരിപ്പയിലുണ്ടെങ്കിൽ അരിപ്പയിലായാലും ചെയ്യാം. അപ്പം ഞാൻ ഇത്തിരി എളുപ്പത്തിന് തുണിയിലിട്ട്, അപ്പോൾ നമുക്ക് നല്ലോണം പിഴിഞ്ഞങ്ങ് എടുക്കാമല്ലോ, അതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കേടാകാതെ തന്നെ ഒരാഴ്ചയോളമൊക്കെ തന്നെ പുറത്തിരുന്നോളും, പ്രശ്നമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മാസത്തേക്കുള്ളത് വേണമെങ്കിൽ ആക്കി വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ സംഭവം. ഇനി എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കണം. വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. കാരണം നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ഷാമ്പൂലൊക്കെ എത്രമാത്രം കെമിക്കലും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിൽ കാണുന്ന ഈ ഇൻഗ്രീഡിയൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും അത്രയും വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഷാമ്പൂവിനെ. ഇനി ഇതിലേക്ക് നമ്മുടെ മുടീനെ ഒരു ട്രിപ്പിൾ ഗ്രോത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാം, ഫ്ലാക്സീഡിൻ്റെ ജെല്ല് കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ ഓർഗാനിക് നെത്രയുടെ ഫ്ലാക്സീഡ് ജെല്ലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംഭവം നല്ല അടിപൊളി, അവരുടെ പേര് പോലെ തന്നെ ഓർഗാനിക് ആണ് കേട്ടോ. നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും നമ്മുടെ മുടിക്ക്. ഹെയർ ഗ്രോത്തിന് ബെസ്റ്റാണ് ഈ ഫ്ലാക്സീഡ് ജെല്ല്. അപ്പോൾ ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇനി ഫ്ലാക്സീഡ് ജെല്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സീഡ് കയ്യിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് അപ്പോൾ അതൊരു ജെല്ല് ഫോമിലേക്ക്, അതായത് ഇത്തിരി കട്ടിയായിട്ട് വരണാകുമ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഈ ഷാമ്പുലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് യൂസ് ചെയ്യണം. നല്ലതാണ്. മുടിയുടെ ഗ്രോത്ത്, അതായത് അതൊരു എന്താ പറയുക 3 ഇരട്ടി ഗ്രോത്ത് ഇതാക്കാൻ വേണ്ടി നല്ല സൂപ്പറായിട്ടുള്ളൊരു പാക്കായിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ നല്ല പതാന്ന് വരണുണ്ടോ. ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാമ്പു നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. ഇനി ഓൾറെഡി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് താഴെ കൊടുത്തേക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഷാമ്പു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ ഓയിലും കയ്യുണ്യത്തിൻ്റെ ഓയിലും ഹെയർ പാക്കൊക്കെ ബുക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.